ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം NSK മാത്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് SSLCയിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് 9ാമത്തെ ഭാഗമാണ്. 8 ഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തതും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ട് കിടക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പൊ നോക്കുക. 9ാമത്തെ ഭാഗത്തിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എലവേഷൻ ആൻഡ് ഡിപ്രഷൻ ആണ്. ലാസ്റ്റ് 8ാമത്തെ ഭാഗത്തിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഭാഗമാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കണക്കോട് കൂടി ഈ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആവും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ വരയ്ക്കുക. ഫിഗറിന് മാറുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ വരയ്ക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ 1.75 മീറ്റർ ടാൾ. ഇവിടെ പേഴ്സന്റെ നീളം പറയുന്നുണ്ട്. 1.75 മീറ്റർ നീളമുള്ള ഒരു മനുഷ്യൻ. ശരി, നമുക്ക് ആ ഫിഗർ വരച്ചു പോവാം. എന്തായാലും ഇവരെല്ലാം എവിടെ നിൽക്കത്തുള്ളൂ? ഗ്രൗണ്ടിൽ നിൽക്കുക. നമുക്ക് ആ ഗ്രൗണ്ട് അങ്ങ് ആദ്യം വരയ്ക്കാം. ഇവിടെ 1.75 മീറ്റർ നീളമുള്ള ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി പേരും കൂടി ഇട്ട് പോവാം. മനുഷ്യന്റെ നീളം AB ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഈ 1.5 മീറ്റർ നീളമുള്ള ആള് എവിടെയാണ് നിൽക്കുന്നത്? സ്റ്റാൻഡിങ് ദ ഫൂട്ട് ഓഫ് ദ ടവർ. പറഞ്ഞാൽ ഈ മനുഷ്യൻ നിൽക്കുന്നത് ഒരു ടവറിന്റെ കീഴിൽ. അപ്പൊ ഇവിടെ ഒരു ടവർ ഉണ്ട്. ഓക്കെ, നമുക്കൊരു ടവറും കൂടെ വരയ്ക്കാം. അതായത് A മുതൽ B വരെയുള്ളത് മനുഷ്യനും, ഈ B മുതൽ എന്താണ് ഈ C വരെയുള്ള ദൂരം എന്താണ്? A മുതൽ C വരെയുള്ള ദൂരം എന്താണ്? ടവറിന്റെ നീളം. ശ്രദ്ധിക്കണം, A മുതൽ B വരെയുള്ള ദൂരം മനുഷ്യനും, A മുതൽ C വരെയുള്ള ദൂരം എന്താണ്? ടവറിന്റെ നീളം. ആ ടവറിൽ ചാരി നിൽക്കുവാണ് ആര്? 1.75 മീറ്റർ നീളമുള്ള മനുഷ്യൻ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാം? ഫുട്ട് ഓഫ് ദ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ 40 മീറ്റേഴ്സ് അവേ. എന്ന് പറഞ്ഞാൽ ഈ ടവറിൽ നിന്നും 40 മീറ്റർ അകലെ മാറി എന്തുണ്ട്? ഒരു ഹില്ലുണ്ട്, ഒരു കുന്നുണ്ട്. ആ കുന്നാണ് ഇതാണ് നമ്മുടെ ഹില്ല്. ഓക്കെ, ആ ഹില്ലിന്റെ മുകളിലോട്ട് നോക്കുക, ഈ ടോപ്പിലോട്ട് നോക്കാൻ പോകും. ആരാണ് ഈ മനുഷ്യൻ? ഈ ഹില്ലിന്റെ മുകളിലോട്ട് നോക്കാൻ പോകും. എവിടെ നിന്നുകൊണ്ട്? ഈ ടവറിന്റെ കീഴിൽ നിന്നുകൊണ്ട്. മുകളിലോട്ട് നോക്കുക, എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ നോക്കിക്കോ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആദ്യം എങ്ങോട്ട് നോക്കണം? നേരെ. ശരി, ഇയാളെ കണ്ണുകൊണ്ട് അയാൾ എങ്ങോട്ട് നോക്കി? ആദ്യം നേരെ ചുമ്മാ ഒന്ന് നോക്കി. എന്നിട്ട് വേണം എങ്ങോട്ട് ചെയ്യാൻ? ഹില്ലിന്റെ മുകളിലോട്ട് നോക്കാൻ. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ എത്ര ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്? 60 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും എത്ര? 60 ഡിഗ്രി. ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ തീർന്നില്ല. ക്വസ്റ്റ്യൻ ഇനി ഒന്ന് വായിച്ചു വെക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. ആദ്യം ആ മനുഷ്യൻ എവിടെ നിന്ന്? ടവറിന്റെ കീഴിൽ നിന്ന്. ഇനി ആ മനുഷ്യൻ എവിടെ നിൽക്കാൻ പോവാ? ടവറിന്റെ മുകളിൽ. കാണുന്നുണ്ടല്ലോ? ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. ടവറിന്റെ മുകളിൽ കയറി നിന്നും പറഞ്ഞ മനുഷ്യന്റെ നീളത്തിന് വ്യത്യാസം വരുന്നില്ല അല്ലെ? ഇത് 1.75 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? 1.75. നമുക്ക് പേരൊന്നിടാം. ഈ 1.75 മീറ്റർ നീളമുള്ള ഈ മനുഷ്യൻ ടോപ്പ് ഓഫ് ദ ടവർ, ടവറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വീണ്ടും അയാൾ എങ്ങോട്ട് നോക്കി? ആ ഹില്ലിന് മുകളിലോട്ട് നോക്കി. നോക്കുക, ഈ ഹില്ലിന് മുകളിലോട്ട് നോക്കാൻ നേരം അയാൾ എങ്ങോട്ട് നോക്കണം? ആദ്യം ഒന്ന് നേരെ ഒന്ന് നോക്കിയിട്ട് വേണം അയാൾ എങ്ങോട്ട് നോക്കാൻ? ഹില്ലിന് മുകളിലോട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഈ ആംഗിൾ അവർ പറയുന്നുണ്ട് എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രി പറയുന്നുണ്ട്? 50 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് 40 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഇതും 40 ആയിരിക്കും. ഇതും 40 ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? നമ്മുടെ ടാൻ തീറ്റ അപ്ലൈ ചെയ്താൽ മതി. ഇത് C ആയിട്ട് എടുത്ത് നമുക്ക് ഇതും ജസ്റ്റ് C ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇത് C, അതേപോലെ ഇത് D. ഇനി നമുക്കിത് ഇത് E ആയിട്ട് അങ്ങ് എടുക്കാം. അതേപോലെ തന്നെ ഇത് F, ഇത് G. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക? ടാൻ തീറ്റ. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ CED അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ അപ്ലൈ. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇവിടെ 50 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? DE ഡിവൈഡഡ് ബൈ എന്താണ്? അത് അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാണ്? 40. ഇതിന്റെ അകത്ത് നമുക്ക് DE കിട്ടുമല്ലോ. DE ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയാൽ മതി? DE ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു ടാൻ 50. therefore എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം 47.67 എന്ന് കിട്ടും. അപ്പൊ DE നമുക്ക് കിട്ടി എത്രയാണ്? 47. അപ്പൊ ഈ വാല്യൂ എത്ര കിട്ടി? 47.67. ഇത് 1.7 ആണെങ്കിൽ നമുക്ക് ഇത് എത്ര തന്നെ എഴുതാം? 1.75 എന്ന് തന്നെ എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ ഏതാണ്? BFD. അടുത്ത നമുക്ക് BFD കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാ? ടാൻ 60 അപ്ലൈ ചെയ്യാം. ടാൻ 60 ഈസ് ഈക്വൽ ടു, അപ്പൊ നോക്കിയേ, ടാൻ 60 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? DF അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് DF ഡിവൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ് എത്ര തന്നെയാണ്? 40 തന്നെ.
അപ്പൊ നമുക്ക് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. therefore DF is equal to നമുക്ക് എത്ര കിട്ടും? DF is equal to 40 into tan 60 that is equal to DF is equal to എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ tan 60യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ക്വസ്റ്റിന് തരും. therefore tan 60 ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 69.28. അപ്പൊ നമുക്ക് DF നമുക്ക് കിട്ടി. എത്ര കിട്ടി? DF എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരം നമുക്ക് എത്ര കിട്ടി? 69.28. ഇനി നിങ്ങൾ ഫിഗറിലോട്ട് ഒന്ന് നോക്കിക്കേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഹില്ലാണ് കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് എന്താണ്? എ മുതൽ ഈ സി വരെയുള്ള ദൂരമാണ് ഹൈറ്റ് ഓഫ് ദ ടവർ, അല്ലെ? ആ എ മുതൽ സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. അപ്പൊ ടവറിന്റെ നീളമാണ് ഞാൻ എഴുതുന്നത്, ഹൈറ്റ് ഓഫ് ടവർ ആണ് ഞാൻ എഴുതുന്നത്. ടവർ എന്ന് പറയുന്നത് എന്താണ്? എ മുതൽ ഈ സി വരെയുള്ള ദൂരമാണ്, അല്ലെ? ഈ സി വരെയുള്ള ദൂരം എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ മതി? അപ്പം 60 ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? ഹൈറ്റ് ഓഫ് ദ ടവർ 21, അല്ലെ? ദാറ്റ് ഈസ് ഈ 1.75 കൂട്ടണം, കൂടാതെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരവും കൂട്ടണം, അല്ലെ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമുക്ക് കിട്ടി. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര കിട്ടി? 69. അതിന്റെ അകത്തു നിന്നും ഇത് രണ്ടും കൂടെ കുറയ്ക്കാൻ നേരം നമുക്ക് ഈ ഭാഗം കിട്ടുമല്ലോ. ഈ 69.28 നിന്നും 47.67 പ്ലസ് 1.75 കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഹില്ലിന്റെ നീളം, അതായത് ഈ ഭാഗം കിട്ടും. ആ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 21.61 കുറയ്ക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ടവറിന്റെ നീളം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 21.61 പ്ലസ് 1.75 ദാറ്റ് ഈസ് ഈക്വൽ ടു 23.36 എന്ന്. അപ്പൊ നമുക്ക് ടവറിന്റെ നീളം കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ഹില്ല് എന്തുവാണ്? ഹില്ല് ഇവിടുന്ന് ഇവിടം വരെ അല്ലേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് എത്ര കിട്ടി? ഹൈറ്റ് ഓഫ് ഇനി കൂട്ടി നോക്കിയാൽ മതി. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം ഇതും എല്ലാം കൂടെ കൂട്ടാൻ നേരം, അതായത് ഈ വാല്യൂ നമുക്കറിയാം 1.75, ഇതറിയാം 21.6, ഇതും നമുക്കറിയാം. ഇതെല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടാൻ നേരം നമുക്ക് എത്ര കിട്ടും? ഹൈറ്റ് ഓഫ് ദ ഹില്ലും കിട്ടും. ഹൈറ്റ് ഓഫ് ദ ഹില്ല് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടണം, അതായത് 1.75, ജസ്റ്റ് പറയാം 1.75, ഈ 21.61, വീണ്ടും 1.75, ഈ 47.67, ഇതെല്ലാം കൂടെ കൂട്ടാൻ നേരം നമുക്ക് എത്ര കിട്ടും? 71.03 കിട്ടും. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ. വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഫിഗർ മസ്റ്റ് ആയിട്ടും വരയ്ക്കുക. കുറഞ്ഞ ഒരു 5 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. ഇതുപോലെ തന്നെയുള്ള അടുത്തൊരു ചോദ്യവും കൂടെ ഉണ്ട് ഈ ഭാഗത്ത്. അടുത്ത ചോദ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി ഈ ഭാഗം കംപ്ലീറ്റ് ആവും. ഈ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത കണക്കിലോട്ട് പോകും. അടുത്ത കണക്കെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഫിഗർ വരയ്ക്കണം. എ ബോയ് 15 meters സ്റ്റാൻഡിങ് ദ എഡ്ജ് ഓഫ് എ കനാൽ എന്ന് പറഞ്ഞാൽ ഒരു കനാലിന്റെ സൈഡിൽ ആര് നിപ്പുണ്ട്? ഒരു ബോയ് നിപ്പുണ്ട്. ഒരു കനാലിന്റെ സൈഡിൽ ആര് നിപ്പുണ്ട്? ഒരു ബോയ് നിപ്പുണ്ട്. അപ്പൊ ശരി, നമുക്ക് ഫിഗർ അങ്ങ് വരച്ചു തുടങ്ങാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബോയ്. എത്ര മീറ്റർ നീളമുണ്ട്? 15 മീറ്റർ നീളമുണ്ട്, അല്ലെ? 15 അല്ലേ? എ ബോയ് 15 meters ടോൾ സ്റ്റാൻഡിങ് ദ 15 meters ടോൾ ഉള്ള ബോയ് ഒന്നും ഈ ലോകത്തില്ല. പക്ഷെ കണക്കിൽ അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ 15 meters ടോൾ സ്റ്റാൻഡിങ് ദ എഡ്ജ് ഓഫ് ദ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ഓൺ ദ അനദർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ബോയ് നിൽക്കുന്ന ഒരു കനാലിന്റെ ഒരു കരയില്. ഈ കനാലാണ് ഞാൻ ഡോട്ടഡ് ആയിട്ട് വരച്ചത്. ഈ കനാലിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് നിപ്പുണ്ട്? ഒരു ട്രീ നിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ട്രീ. ഇത് നമ്മുടെ ബോയ്. ഒരു ട്രീ നിപ്പുണ്ട്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബോയ് കനാലിന്റെ സൈഡിലല്ലേ നിൽക്കുന്നത്. ഓക്കെ, ഈ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ ഫോർ 80 degree. ഈ ട്രീയുടെ മുകളറ്റം 80 degree ആംഗിൾ ഓഫ് എലവേഷനിൽ നോക്കി. ശരി, എലവേഷൻ നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നേരെ നോക്കണം, എന്നിട്ട് വേണം നമ്മൾ എലവേഷൻ നോക്കാൻ. എലവേഷൻ എത്ര ഡിഗ്രി? 80 degree. കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, 80 degree. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പിംഗ് 15 meters ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ബോയ് 15 meter പുറകിലോട്ട് നടന്നു. ശരി, 15 meter പുറകിലോട്ട് നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഈ ബോയ് 15 meter പുറകിലോട്ട് നടന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെയാണ് ആ ബോയ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ബോയ് എന്ത് ചെയ്തു? വീണ്ടും ഈ മരത്തിന് മുകളിലോട്ട് നോക്കും. ശരി, നേരെ നോക്കിയിട്ട് വേണം മുകളിലോട്ട് നോക്കാൻ. ഓക്കെ, അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ എത്ര ഡിഗ്രി? 40 degree. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഹൗ ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ ആൻഡ് ഹൗ ടാൾ ദ ട്രീ. അതായത് ട്രീയുടെയും കനാലിന്റെയും നീളം നമുക്ക് കണ്ടുപിടിക്കണം.
ഈ കനാലിന്റെ നീളം നമുക്ക് അറിയാവോ, നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ ഇത് 15 ആണെങ്കിൽ ഇതും എന്തായിരിക്കും 15. ഒരു കാര്യം പറട്ടെ, ഇത് 15 അല്ല 1.5 മീറ്റർ ബോയ് ആണ് കേട്ടോ. 15 മീറ്റർ അല്ല 1.5 മീറ്റർ ടോൾ ബോയ് ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, 1.5. ഓക്കെ, ഇത് 15 മീറ്റർ, ഇത് 1.5 മീറ്റർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സും കണ്ടുപിടിക്കണം, ഈ ട്രീയുടെ ടോട്ടൽ നീളവും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ 80യുടെ അവിടെ എന്താ അപ്ലൈ ചെയ്യുക, ടാൻ തീറ്റ അപ്ലൈ ചെയ്യുക. എല്ലാത്തിലും ടാൻ തീറ്റ അപ്ലൈ ചെയ്താണ്. അപ്പൊ എന്ത് കിട്ടും, ടാൻ 80 ഈസ് ഈക്വൽ ടു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, ഇത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം, ഈ ദൂരത്തിനെ നമുക്ക് y എന്ന് എടുത്താൽ y ബൈ എന്താണ്, ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും എക്സ്, therefore y ബൈ എക്സ് ആണല്ലോ. ഇതിന്റെ അകത്ത് നിന്നും നമുക്ക് y ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എക്സ് ടാൻ 80 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ, ഇതവിടെ കിടക്കട്ടെ. y ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ടാൻ 80. അതേപോലെ തന്നെ ഈ ത്രികോണം കണ്ടല്ലോ, ഈ 40 ഡിഗ്രി വരുന്ന ആംഗിൾ, അവിടെ നമ്മൾ ടാൻ 40 അപ്ലൈ ചെയ്യാം. ടാൻ 40 ഈസ് ഈക്വൽ ടു, അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് തന്നെയാണ് y, പക്ഷെ അഡ്ജസന്റ് സൈഡോ ഈ എക്സും ഉണ്ട്, ഈ 15 മീറ്റർ ഉണ്ട്. അപ്പൊ എന്ത് വരും, എക്സ് പ്ലസ് 15. ക്ലിയർ അല്ലേ, എക്സ് പ്ലസ് 15. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇവിടുന്ന് നമുക്ക് y എന്ന് പറയുന്നതിന്, ഇല്ലെങ്കിൽ വൈയുടെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം, ഈ എക്സ് ടാൻ. അപ്പൊ എന്ത് വരും, ടാൻ 40 ഈസ് ഈക്വൽ ടു എക്സ് ടാൻ 80 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 15 എന്ന് വരും. അറിയത്തില്ലേ, ഇനി സാധാരണ അങ്ങ് സോൾവ് ചെയ്താൽ മാത്രമേ, ഈ എക്സ് പ്ലസ് 15 ഇങ്ങോട്ട് ഗുണിക്കാതെ എന്ത് വരും, ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 15 ഈസ് ഈക്വൽ ടു എക്സ് ടാൻ 80. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ടാൻ 40 പ്ലസ് 15 ടാൻ 40 ഈസ് ഈക്വൽ ടു എക്സ് ടാൻ 80. ഈ എക്സ് ടാൻ 40 ഈക്വൽ ഇപ്പറേ പോകുമ്പോൾ എന്ത് വരും, 15 ടാൻ 40 ഈസ് ഈക്വൽ ടു എക്സ് ടാൻ 40 മൈനസ് എക്സ് ടാൻ 80 മൈനസ് എക്സ് ടാൻ 40. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഈ 2 എക്സും വെളി വരുമ്പോൾ എന്ത് വരും, 15 ടാൻ 40 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 80 മൈനസ് ടാൻ 40. എത്ര വരും, ടാൻ 80 മൈനസ് ടാൻ 40. അങ്ങനെ ഡയറക്റ്റ് എഴുതരുത്, ടാൻ 40 മൈനസ് ടാൻ 80 അല്ലേ. നമുക്ക് എന്ത് ചെയ്താം, ടാൻ 40 മൈനസ് ടാൻ 80, ടാൻ 80 മൈനസ് ടാൻ 40. ക്ലിയർ. ഇതിന്റെ അകത്ത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു 15 ടാൻ 40. ഈ ഇൻറ്റു ചെയ്തിരിക്കാൻ ടാൻ 80 മൈനസ് ടാൻ 40 ഇവിടെ വരും. അപ്പൊ എന്ത് വരും, ടാൻ 80 മൈനസ് ടാൻ 40. ഇനി ഈ ടാൻ 40യുടെ വാല്യൂവും ടാൻ 80യുടെ വാല്യൂവും ടാൻ ഈ 40യുടെ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു, നോക്കുക, ഈ 15 ടാൻ 40 നമുക്ക് ചെയ്യാൻ നേരം നമുക്ക് 12.58 എന്നും കിട്ടും. ഇതിന്റെ വാല്യൂ ഇട്ടു, ഇത് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് എന്ത് കിട്ടും, 4.8 എന്നും കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് വാല്യൂ എത്ര കിട്ടി, 2.62 എന്നും കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, ഈ കനാലിന്റെ അകലമല്ലേ എക്സ് എന്ന് പറയുന്നത്, എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, 2.62 എന്ന് കിട്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് y കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. കാരണം ഈ എക്സ് ടാൻ 80 കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ് ടാൻ 80, ഈ എക്സ് ടാൻ 80യുടെ ഈ എക്സിന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക, ഈ 2.62 ഇട്ടിട്ട് ടാൻ 80യുടെ വാല്യൂ ഇട്ടിട്ട് വൈയുടെ വാല്യൂ നിങ്ങൾ എല്ലാവരും ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ SLCയിലെ വേറൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.